സ്വന്തം പൗരന്മാരുടെ ദേഹത്ത് ആരെങ്കിലും ഒരുതരം മണ്ണ് നുള്ളിയിട്ടാൽ ഏതറ്റം വരെയും പോകുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. തങ്ങളെ അടിച്ചവരെയെല്ലാം തിരിച്ചടിച്ച് ഒതുക്കിയതിന്റെ ചരിത്രമാണത്. ഒരു പ്രകോപനവും ഇല്ലാതെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ കയറി 1200ഓളം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ശവത്തിന്മേൽ തുപ്പിയും ചവിട്ടിയും ആനന്ദ നൃത്തമാടി. 200ഓളം പേരെ ബന്ദികളാക്കി. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോൾ ഹമാസ് തലവന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. ഗാസയിൽ പൊലിഞ്ഞത് 50,000 ജീവനുകളാണ്. ഇനി അടുത്തൊന്നും അനങ്ങാൻ കഴിയാത്ത വിധം ഇസ്രയേൽ ഹമാസിനെ തകർത്തു. ആ സമയത്ത് ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയും മരണക്കളി തുടങ്ങിയിരുന്നു. ഇസ്രയേലിലേക്ക് അവർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഹിസ്ബുള്ളയും ഏറെക്കുറെ ഇല്ലാതായി. തലവൻ ഹസൻ നസ്രുള്ളയും പരലോകം പോകിയിട്ടുണ്ട്. പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും പൊട്ടിത്തെറിക്കുമെന്ന ഭീതിയിലാണ് ഹിസ്ബുള്ള. ഇനി ബാക്കിയുള്ളത് യമനിലെ ഹൂതി വിമതരും അവരെ വളർത്തുന്ന ഇറാനുമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ച് ഇറാൻ ചോരക്കളി തുടങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ ഒട്ടിക്കത്തിന്റെ തുടക്കം എന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത്. നെതന്യാഹു ഇറാനെ ഭീകരതയിൽ നിന്നും മോചിപ്പിക്കും എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് അലി ഖാമനേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ തല മൊസാദ് ലക്ഷ്യമിട്ട് കഴിഞ്ഞുവെന്ന് ചുരുക്കം. ഇതോടെ ഫലത്തിൽ ഇറാന് ഇസ്ലാമിക ഭീകരതയിൽ നിന്നും മോചനമാവും. ഇറാന് ഇസ്രയേലുമായുള്ള അടിസ്ഥാന പ്രശ്നം മതപരം തന്നെയാണ്. മറ്റ് ഇസ്ലാമിക ഭീകരവാദികളെ പോലെ തന്നെ അവസാനത്തെ യഹൂദന്റെ മരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഇസ്ലാമിക ലോകത്തിന്റെ ആഗോള മേധാവിത്വത്തിനുള്ള ശ്രമങ്ങളും. സുന്നി രാഷ്ട്രമല്ല, ഷിയ രാഷ്ട്രമാണ് ഇറാൻ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം ഖലീഫ പദവിക്ക് വേണ്ടി ആരംഭിച്ച സുന്നി ഷിയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സൗദി അറേബ്യ അടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തികളായ സുന്നികൾ ഇസ്രയേലിന് മുന്നിൽ മുട്ടുമടക്കിയെന്നും ഇനി യഥാർത്ഥ ജിഹാദിന്റെ അവകാശികൾ തങ്ങൾ തന്നെയാണ് എന്നും പ്രഖ്യാപിക്കാനാണ് ഇറാന്റെ ഇപ്പോഴത്തെ അടവുകൾ. നേരത്തെയും ഇതേ പ്രശ്നമുണ്ട്. സൽമാൻ റുഷ്ദിയെ കൊല്ലാനുള്ള ഫത്വ പുറത്തിറക്കിയതൊക്കെ ഇറാനാണ്. അതിലൂടെ അന്നത്തെ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമേനി ലക്ഷ്യമിട്ടതും ലോക മുസ്ലിങ്ങൾക്കിടയിലെ ഷിയ മേധാവിത്വമാണ്. പക്ഷേ യുദ്ധം എന്നത് ലോകമാകെയാണ് കെടുതികൾ ഉണ്ടാക്കുക. ഇപ്പോൾ തന്നെ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായുള്ള സാമ്പത്തിക മാന്ദ്യം ലോകത്തുണ്ട്. അതിനേക്കാൾ ശക്തമായിരിക്കും പശ്ചിമേഷ്യയിലെ യുദ്ധം. ഇത് നേരിട്ട ആഗോള വിപണിയെയും ബാധിക്കുമെന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രയേലിനെതിരെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ആഗോള എണ്ണവില വർദ്ധിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 4% വിലക്കയറ്റമാണ് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി മൂലം ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേൽ പ്രത്യാക്രമണം എണ്ണ വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ലോകത്തിലെ ക്രൂഡിന്റെ 1/3 വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് മൊത്തം വിപണിയിലും പ്രതിഫലിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇറാനുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. ഷബാർ തുറമുഖത്തിനായി വേണ്ടി മാത്രം നാം കോടിക്കണക്കിന് രൂപയാണ് മുതലിറക്കിയത്. യുദ്ധമുണ്ടായാൽ ഇതെല്ലാം വെള്ളത്തിലാവും. എണ്ണ വിലക്കയറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ആയിരിക്കും. എന്തായാലും ഇനിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് കണ്ടു തന്നെ അറിയണം.